question of capital punishment is, do we deserve to kill? ഇതൊരു പഴമൊഴിയാണ്. വധശിക്ഷയെക്കുറിച്ചുള്ള ശരിയായ ചോദ്യം, കൊല്ലാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്നാണ് ആ വാചകം പറയുന്നത്. വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് പറയാനും മിനിമം യോഗ്യത വേണ്ടേ? ഇനി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തലവെട്ടണമെന്ന് മാത്രമല്ല. സംഘടനയിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നുമൊക്കെ വേരോടെ പിഴുതെറിയുന്നതിനും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് അനൗപചാരികമായി പറയാറുണ്ട്. വി എസിന്റെ കാര്യത്തിൽ അത് തലവെട്ടുക എന്ന അർത്ഥത്തിൽ തന്നെയായി മാറിയതിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കറിനാണ്. ഉത്തര കൊറിയയിൽ കിം ജോങ് ഉൻ സ്വന്തം അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്തു കൊന്നു എന്നൊരു കഥ പ്രചരിച്ച കാലമാണ്. അതുപോലെ വി എസിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്നാണ് എം സ്വരാജ് പറഞ്ഞത് എന്ന് ജയശങ്കർ വ്യാഖ്യാനിച്ചു. പിന്നാലെ അനേകം ജയിലുകളും തൂക്കുകയറുകളും കൊണ്ടുവന്ന തങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നു പറഞ്ഞ് വിരട്ടേണ്ടെന്ന് വി എസ് തന്നെ തുറന്നടിച്ചു. അതോടെയാണ് അങ്ങനെ ഒരു പ്രയോഗം സംഭവിച്ചിരിക്കാം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാതായത്. അങ്ങനെ വി എസിന്റെ കാര്യത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് തലവെട്ടുക എന്ന അർത്ഥം മാത്രമേയുള്ളൂ എന്നൊരു നില വന്നു. 2012 മുതൽ 2025 വരെയുള്ള കാലത്തും അങ്ങനെ ഒരു പ്രയോഗം നടന്നതാണ് എന്ന് മൂന്നാമതൊരു CPIM നേതാവും പറഞ്ഞിട്ടില്ല. ഇപ്പോ ആദ്യമായി പിരപ്പൻകോട് മുരളി പറഞ്ഞു. ആ സന്ദർഭവും സാഹചര്യവും ആളെയും മാറ്റി സുരേഷ് കുറുപ്പും പറഞ്ഞു.